ബൈബിൾ ക്വിസ് പഠനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലൂക്കോസ് 3-ാം അധ്യായം. തിബെരിയാസ് കൈസരുടെ വാഴ്ചയുടെ 12-ാം ആണ്ടിൽ യഹൂദ്യ വാണത് ആര്? പൊന്തിയോസ് പിലാത്തോസ്. ഗലീലയിലെ ഇടപ്രഭു ആര്? ഹെരോദാവ്. ഹെരോദാവിൻ്റെ സഹോദരൻ ഫിലിപ്പോസ്. ഫിലിപ്പോസ് എവിടുത്തെ ഇടപ്രഭു ആയിരുന്നു? ഇതുര്യ, ത്രഖോനിത്തി ദേശങ്ങൾ. അബിലേനയിലെ ഇടപ്രഭു ആര്? ലുസാന്യാസ്. ഹന്നാവും കയ്യഭാവും ആരായിരുന്നു? മഹാപുരോഹിതന്മാർ. യോഹന്നാന് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചത് എവിടെ വെച്ചായിരുന്നു? മരുഭൂമിയിൽ. മാനസാന്തര സ്നാനം പ്രസംഗിച്ചത് ആര്? യോഹന്നാൻ. യോഹന്നാൻ പ്രസംഗിച്ചത് എവിടെയാണ്? യോർദാൻ അരികെയുള്ള നാട്ടിൽ. അബ്രഹാമിനെ ഈ കല്ലുകളിൽ നിന്നും മക്കളെ ഉളവാക്കുവാൻ ആർക്ക് കഴിയും എന്നാണ് യോഹന്നാൻ പറഞ്ഞത്? ദൈവത്തിന്. കോടാലി വെച്ചിരിക്കുന്നത് എവിടെയാണ്? വൃക്ഷങ്ങളുടെ ചുവടിന്. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം എന്തു ചെയ്യും? വെട്ടി തീയിൽ ഇട്ടുകളയുന്നു. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ആരും ഒന്നും പിരിക്കരുത് എന്ന് യോഹന്നാൻ ആരോടാണ് പറഞ്ഞത്? ചുങ്കക്കാരോട്. നിങ്ങളുടെ ശമ്പളം മതി എന്ന് വയ്പിൻ എന്ന് പറഞ്ഞത് ആരോട്? പടജ്ജനത്തോട്. അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ വിചാരിച്ചത് ആരെക്കുറിച്ചായിരുന്നു? യോഹന്നാനെ. ഹെരോദാവിൻ്റെ സഹോദരൻ്റെ ഭാര്യയുടെ പേരെന്ത്? ഹെരോദ്യ. യോഹന്നാൻ ആക്ഷേപിച്ചത് ആരെയാണ്? ഹെരോദാവിനെ. സ്വർഗം തുറന്നത് എപ്പോൾ? യേശു സ്നാനം ഏറ്റു പ്രാർത്ഥിക്കുമ്പോൾ. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു? ഏകദേശം 30. യോസെഫിന്റെ പിതാവ് ആര്? ഹേലി. ഇശായിയുടെ പിതാവ് ആര്? ഓബേദ്. ശേത്തിന്റെ പിതാവ് ആര്? ആദാം. അടുത്ത അധ്യായവുമായി വീണ്ടും കാണാം. താങ്ക് യു.